ഹലോ, ഞാൻ ഈ റീല് പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടോ എന്ന്. ബട്ട് ഞാൻ ആക്ച്വലി ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് എൻ്റെ പേജിലിടണമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ലായിരുന്നു. സോ ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് മേക്കിംഗ് ത്രൂ ഔട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ എന്തായാലും ഒരു ഐഡിയ കിട്ടും. എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മോശമാണ്, കോൾഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ടോപ്പ് എനിക്ക് എൻ്റെ റൂംമേറ്റ് തന്നിട്ടുള്ള കേട്ടോ. ഞാനിങ്ങനെ അപ്സൈക്കിളൊക്കെ ചെയ്യുന്നതാണല്ലോ, നിനക്കിത് എന്തായാലും ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴത്തെ പോർഷൻ താഴത്തെ പോർഷൻ ഞാൻ ബോട്ടാക്കാനാട്ടോ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇങ്ങനെ താഴത്തത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ, പലാസ പോലെ വരുന്ന ലൂസ് ടൈപ്പ് അമ്പർല പോലെയൊക്കെ വരുന്ന ബോട്ടം വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലൂസായിട്ട് വരുന്നൊരു പലാസോ ചെയ്യാനാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ, അതായത് ഇങ്ങനെ പലാസോ പോലെ ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എൻ്റെ പേജിലുണ്ട്. അത് ഞാനിതിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു ബോട്ടം ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ബോട്ടം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജംസ്യൂട്ട് പോലെ ചെയ്യാനാണ്. അതായത് ഈ ബോട്ടം തന്നെ ആ ടോപ്പ് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു പാറ്റേണിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചില അപ്സൈക്കിൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കരധികം കഷ്ടപ്പെടാറുണ്ട്, തുന്നഴിക്കാനും സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെയൊക്കെ. ബട്ട് ഇത് ഞാൻ ഒരു 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 1 ഹവറിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെനിക്ക് അത്രമാത്രം പണി പെട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമല്ലായിരുന്നു. ചില വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും, അയ്യോ ഇതെന്താ കഴിയാത്ത, നോർമൽ ഒരു ക്ലോത്ത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര പണിയില്ലായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ കാണുന്ന ഈ ഒരു വർക്കില്ലേ, ആ വർക്ക് ഫുൾ ഞാൻ അഴിച്ചെടുക്കുകയാണ്. അത് ആ നെക്കിൽ കൊടുത്തിട്ട് എപ്പോഴും ഒരു കാണുന്ന ഒരു കോമൺ പാറ്റേൺ ആയിട്ട് മാറുന്നുണ്ട് നെക്കിൽ ഇങ്ങനെ വർക്ക് വരുന്നത്. അത് മാറ്റിയിട്ട് ഞാൻ വേസ്റ്റിൻ്റെ ഏരിയയിലാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പ് പോർഷൻ കട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ടോപ്പിൻ്റെ ആ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ബോട്ടം ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ടോപ്പിൻ്റെ ആ ഒരു പോർഷൻ ഇതുപോലെ ഞാൻ തല തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് ഇവിടെ അറ്റാച്ച് ആവുന്ന രീതിയിൽ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എന്തോ ഒരു നോർമൽ ഒരു പാറ്റേൺ പോലെ എനിക്ക് തോന്നി. സോ ഞാനിങ്ങനെ വി ഷേപ്പിൽ, ഞാനിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചില്ലേ, അതുപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ അങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ സ്കിന്ന് വയറിൻ്റെ ആ പോർഷനെ കാണുന്നുണ്ടായിരിക്കും, ഒരു പാറ്റേൺ ആവും ചെയ്തു. അങ്ങനെയാണ് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സീം അലവൻസ് എക്സ്ട്രാ ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ മാർക്ക് ചെയ്തത് ഫുള്ളൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. എന്നിട്ട് ആ ബോട്ടം കൂടി വെച്ചിട്ട് നിങ്ങളുടെ വേസ്റ്റിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അതിൻ്റെ അലൈൻമെൻറ്റ്സൊക്കെ കറക്റ്റ് ആക്കുകയാണ്. കാരണം ഒറ്റ കട്ടിങ്ങിൽ തന്നെ 2 സൈഡും കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ആ വരച്ചതിനും കുറച്ചൊരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ്, കാരണം നമുക്കത് മടക്കി അടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഫ്രണ്ടിൽ ഓൾറെഡി അതിൽ പോട്ട്ലി ബോൾസ് വരുന്നതായതുകൊണ്ട് നമുക്കതിൽ വേറൊരു പാറ്റേൺസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിന് കട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ആ ഒരു ബോട്ടമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷനിലാണ് അറ്റാച്ച് ചെയ്യുന്നത്, ബാക്കിൽ ഇങ്ങനെയല്ല. ബാക്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു പോർഷനില്ലേ, അതാണ്. അത് ബാക്കിൽ നോർമലായിട്ട് സിബ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് ആ വേസ്റ്റിൻ്റെ പോർഷനിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് കൈകൊണ്ട് തന്നെ തുന്നേണ്ടി വന്നു കേട്ടോ, കാരണം അത് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. പിന്നെ മേലത്തെ പോർഷനിൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു സ്ലീവിലേക്ക് വരുന്നതില്ലേ, അതുകൂടെ ഒരു സ്ട്രാപ്പ് പോലെ വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ആക്ച്വലി ഒരു തട്ടിക്കൂട്ട് സംഭവമാണെങ്കിലും ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ.